ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നിതാപ്പം ഞാനും ഉണ്ണിയും കൂടെ ഒന്ന് കണ്ണൂർ പെർളശ്ശേരി വരെ പോവാണ്. അവിടെ ഒരു അമ്പലമുണ്ട്, അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. നല്ല കിടിൽ വ്യൂ ഒക്കെ ആയിട്ടുള്ളൊരു അമ്പലമാണ്. നല്ലൊരു അമ്പലക്കുളമല്ലേ, ഈ ചുറ്റുപാട് സ്റ്റെപ്പായിട്ട് ഇതുണ്ട്. ഈ ഫോട്ടോയിൽ കാണുന്നില്ല, അതേപോലത്തെ ഒരു കിടിലിന് ഏരിയ ആണ്. ഇപ്പോൾ കുറേ അങ്ങോട്ട് പോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തീരെ ടൈം കിട്ടൂല. പിന്നെ ലീവായതുകൊണ്ട് ഇന്നിതാ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 10 മണിയായി. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. മഴയാണ്, നല്ല മഴയാണ്. അപ്പോൾ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇതാ നമ്മൾ സ്കൂട്ടി എടുത്തിട്ടാണ് പോകുന്നത്, കാരണം ഇപ്പോൾ വേറെ വണ്ടിയില്ലല്ലോ. പിന്നെ നേരെ നമുക്ക് പോകുന്ന ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങ് പോകാം കേട്ടോ. അങ്ങനെ ഇതാ കുറേ നേരത്തിന് ശേഷം നെടുമ്പോയി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയായിരുന്നു. ഇവിടെ എത്തിയപ്പം കുറച്ച് മഴയൊക്കെ കുറഞ്ഞ്, അതുപോലെ തന്നെ കോടയൊക്കെ മൂടിയിരിക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ അടിപൊളി ലുക്കാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറ എടുത്തെന്നുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ പൊടിയുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എന്താ സ്ഥിതിയെന്ന് അറിയില്ല. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങ് പോവാം. പിന്നെ നമ്മൾ ഇറങ്ങാനും ലേറ്റായി. അപ്പം അവിടെ എത്തിയിട്ടുള്ള കുറച്ച് കാഴ്ചകളൊക്കെ അടിപൊളിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്ത് കോട്ടൊക്കെ അയച്ചു വെച്ച് ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലേക്ക് കയറുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകളുണ്ട്. ഇവിടെ എത്തിയപാടും കണ്ടത് നീണ്ടൊരു ക്യൂ ആണ്. ഇതുണ്ട്, നമ്മൾ തൊഴാൻ വേണ്ടിയിട്ട് ഈ ക്യൂവിൻ്റെ ഏറ്റവും ബേക്കിലാണുള്ളത്. അതേ സമയത്ത് ആൾക്കാർ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കുറവാണ്, ചെറുങ്ങനെ ചാറുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ട അമ്പലത്തിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ തന്നെ അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ക്യൂ നിന്ന് അവിടെ എത്തിയിട്ട് വേണം തൊഴാനൊക്കെ. അമ്പലത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഉള്ളിലേക്ക് ക്യാമറയും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഇതാപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് നടക്കുകയാണ്. ഇവിടെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. ആ ഒരു അമ്പലത്തിൻ്റെ ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രം, പെർളശ്ശേരിയുള്ള ഇപ്പം നമ്മൾ ഈ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നാൽ തന്നെ നമുക്ക് എന്തെങ്കിലും നാഗദോഷം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ അമ്പലത്തിൽ വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാറിക്കിട്ടുന്നുള്ളൊരു വിശ്വാസം കൂടെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ളത്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് ഇനിയിപ്പോൾ അപ്പുറത്താണ് പ്രസാദവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നമുക്കത് വാങ്ങാൻ അവിടെ ഒരു 10 രൂപ ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇങ്ങനെ അവിടുന്ന് പ്രസാദം കിട്ടും. അവിടുത്തെ നിവേദ്യമാണിത്, പായസമാണ്. നമുക്കത് വാങ്ങിക്കഴിഞ്ഞാൽ നേരെ അത് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അത് കഴിക്കാനുള്ള ഒരു ഏരിയയും കൂടെ ഇവിടെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 പായസമാണ് വാങ്ങിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒന്ന് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കുന്നതാണ്, ഒന്ന് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇതുണ്ടോ ഇവിടെ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്, നമ്മളും അതുപോലെ തന്നെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നതാണ്. ഇപ്പം എല്ലാ തിരക്കും അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കഴിക്കുന്നിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ അമ്പലത്തിലേക്ക് വരുന്നവർക്ക് വഴിപാടിൻ്റെ വിവരങ്ങൾ അറിയില്ലെങ്കിൽ അതിൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. എന്തൊക്കെ വഴിപാടിന് എത്രയാണ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്നവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകൾ ഇവിടെ തന്നെ കഴിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അമ്പലത്തിലേക്കുള്ള ദർശന സമയം വരുന്നത് രാവിലെ 4 മണി മുതൽ ഉച്ചക്ക് 12:30 വരെയാണ്. അതിനുശേഷം പിന്നീട് 4:30 മുതലാണ് സ്റ്റാർട്ടിംഗ് ഉള്ളൂ. 4:30 മുതൽ 7:30 വരെയാണ് ഇവിടുത്തെ സമയമുള്ളത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ അമ്പലത്തിലെ തൊഴലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് വന്നത് തന്നെ ഈ ഒരു കുളവും അവിടുത്തെ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് ആ കുളത്തിലേക്ക് ഇറങ്ങാം. അതേസമയം നമ്മൾ നോക്കുമ്പോൾ തന്നെ കണ്ടു ഒരുപാട് ആളുകൾ ആ കുളത്തിൻ്റെ സൈഡിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ അടിപൊളി ലുക്കാണ്. അതിൻ്റെ സൈഡിലൊക്കെ ആ പ്രാവൊക്കെ വന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ വേറൊരു വൈബ് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മളും ആ കുളത്തിൻ്റെ അങ്ങോട്ടുള്ള നടത്തത്തിലേക്കാണ്. ഇനിയിപ്പോൾ നേരെ ആ കുളത്തിൻ്റെ സൈഡിലേക്ക് പോവാണ്. അവിടെ തന്നെ ആ ഗേറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു ബോർഡുണ്ട്, ചെരുപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് കുളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. അതിൻ്റെ സൈഡിൽ അയച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് ഇറങ്ങേണ്ടത്. നമ്മൾ ഗൂഗിളിലും കാര്യങ്ങളിലൊക്കെ സെർച്ച് ചെയ്ത് കാണുമ്പോൾ ഈ ഒരു കുളത്തിൻ്റെ ഒരുപാട് ആഴത്തിലുള്ള ഭാഗങ്ങളായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ആ ഒരു മഴയൊന്നും ഇല്ലാത്ത സമയത്ത് ആ വെള്ളമൊക്കെ കുറഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ വേറൊരു ലുക്ക് തന്നെയാണ്. നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അടിപൊളി ഫോട്ടോസാണ്. ഇപ്പം മഴ
ഇപ്പോൾ ഇത് മൺസൂണിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് വെള്ളമൊക്കെ അത്യാവശ്യമുണ്ട്. ഈ കുളത്തിൻ്റെ സൈഡിൽ തന്നെ കണ്ടോ ഒരു ശിവലിംഗത്തിൻ്റെ ഒരു രൂപമൊക്കെ ആയിട്ടുള്ള അടിപൊളി കാഴ്ചയാണ്. അതേസമയം നമ്മുടെ മുന്നിൽ അത്യാവശ്യം ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ അവരൊന്ന് മാറിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഗൈസ് നമ്മളിതാ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ നിൽക്കുക ഒരു പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മീനൊക്കെ ഇവിടെയുണ്ട്. ഗോൾഡ് ഫിഷ്, കാർപ്പ്, പിലോപ്പി അങ്ങനെ പലതരത്തിലുള്ള മീനുകൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. നമ്മളിതാ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ പടവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ കണ്ടോ അതാ ഉണ്ണി അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ മീനുകളൊക്കെ അവരെ കാലിൽ വന്നിട്ട് കടിക്കുന്ന ആ ഒരു അനുഭവം വേറൊരു ഫീൽ തന്നെയാണ്. ഞാനിപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ അത്യാവശ്യം മുന്നിലായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഒരു മെയിൻ പടവുണ്ട്, അതിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. മീൻ വരുമോ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ അപ്പുറത്തെ സൈഡിലേക്കാണ് ഇപ്പോൾ മീനും കാര്യങ്ങളൊക്കെ പോകുന്നത്. കണ്ട ആ ഒരു ചേട്ടൻ്റെ കാലിൽ ഇങ്ങനെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണാൻ തന്നെ വേറൊരു വൈബ് തന്നെയാണ്. അതേ സമയത്ത് ഇതാ എൻ്റെ കാലിൻ്റെ ബേക്കിൽ കണ്ട ഒരു മീൻ വന്നിട്ട് കൊത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? ഇങ്ങനെ ഇപ്പോൾ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ ഇതാ മീനുകളൊക്കെ വന്നു തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയ മീനുകളാട്ടോ വന്നിട്ടുണ്ട്. ഇതെൻ്റെ കാലിൻ്റെ ചുറ്റും ഇതാ മീൻ ഇതുണ്ട്. അതേ സമയത്ത് എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ 2-3 ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ വേറൊരു വൈബ് തന്നെയാണ്. കുട്ടികളൊക്കെ വല്ലാണ്ട് ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗായ്സ് ഇതപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിൽ ഈ ഒരു വെള്ളത്തിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കുറേ നേരം വെള്ളത്തിൽ നിൽക്കാൻ. ആ മീനുകൾ വരുന്ന കാഴ്ചകളും കാലിലൊന്ന് കടിക്കുന്നതൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ ഇതാ കുളത്തിൻ്റെ മുകളിലേക്ക് വന്ന് ആ ഒരു ഫുൾ വ്യൂ കാണാൻ തന്നെ അടിപൊളിയാണ്. പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ ഇങ്ങോട്ട് വരണം. ആ ഒരു വേനൽക്കാലമൊക്കെ ആവുന്ന സമയത്ത് ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ കുറഞ്ഞിട്ട് അതിൻ്റെ ആ പടവുകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പം ഇനി ഗൈസ് നമ്മളിതാ ഇവിടുത്തെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെയാണ്. ഇതാ വേർത്ത് കുളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. ഇതങ്ങനെ നടന്ന് തിരിച്ച് നമ്മളെ വണ്ടീൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിർത്തുന്നതാണ്. നമുക്കിനി അടുത്തൊരു ദിവസം വേറൊരു പുതിയ കാഴ്ചകളും വിശേഷങ്ങളായിട്ടൊക്കെ കണ്ടുമുട്ടാം കേട്ടോ.